ഒരേ സമയം 100-ലധികം മുട്ടകൾ ഇടുന്ന പക്ഷി ഏത്? പെൻഗ്വിൻ, ഒട്ടകപ്പക്ഷി, എമു, മയിൽ. ഉത്തരം ഒട്ടകപ്പക്ഷി. 100-ലധികം മുട്ടകൾ കൂടിനുള്ളിൽ ഇടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. 3 മതങ്ങളുടെയും വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? മദീന, റോം, ജെറുസലേം, ടിബറ്റ്. ഉത്തരം ജെറുസലേം. 3 പ്രധാന ഏകദൈവ മതങ്ങളായ ക്രിസ്തുമതം, ഇസ്ലാം, യഹൂദമതം എല്ലാം ജെറുസലേമിനെ ഒരു വിശുദ്ധ സ്ഥലമായി കണക്കാക്കുന്നു. ജീവനോടെ മരവിക്കാൻ കഴിവുള്ള ജീവി ഏത്? തവള, മുതല, ധ്രുവക്കരടി, പെൻഗ്വിൻ. ഉത്തരം തവള. ഒരു തവളയുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ 70% ഐസാക്കാൻ കഴിയും. എന്നാൽ തവളയുടെ സുപ്രധാന അവയവങ്ങളിൽ ഗ്ലൂക്കോസിന്റെ ഉയർന്ന സാന്ദ്രത മരവിപ്പിക്കുന്നതിനെ തടയുന്നു. ഭാഗികമായി മരവിച്ച തവള ശ്വാസം നിലയ്ക്കും ഹൃദയമിടിപ്പും നിർത്തും. കാലാവസ്ഥ മാറുമ്പോൾ ശീതീകരിച്ച ഭാഗങ്ങൾ ഉരുകുകയും അതിന്റെ ഹൃദയവും ശ്വാസകോശവും പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്യും. കയ്യിൽ പിടിച്ചാൽ ഉരുകുന്ന ലോഹം ഏത്? സോഡിയം, സിങ്ക്, ഗാലിയം, പൊട്ടാസ്യം. ഉത്തരം ഗാലിയം. ഇതിന് വളരെ കുറഞ്ഞ ദ്രവണാങ്കം ഉള്ളതിനാൽ ഈ ലോഹം എളുപ്പത്തിൽ ഉരുകാൻ നമ്മുടെ കൈപ്പത്തിയിൽ നിന്നുള്ള ചൂട് മാത്രം മതിയാകും. ലോകത്തിലെ മികച്ച അരിയുടെ പട്ടികയിൽ ഒന്നാമത് ഏത്? ജീര റൈസ്, സോന മസൂരി, മട്ടേരി, ബസുമതി. ഉത്തരം ബസുമതി. ലോകത്തിലെ മികച്ച അരിയായി ടേസ്റ്റ് അറ്റ്ലസിന്റെ പട്ടികയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം ബസുമതി അരിയാണ്. അയൽ രാജ്യത്തിന്റെ ദേശീയ ഗാനം ഉപയോഗിക്കുന്ന രാജ്യമേത്? സ്പെയിൻ, സിംഗപ്പൂർ, സൈപ്രസ്, ഗ്രീസ്. ഉത്തരം സൈപ്രസ്. സൈപ്രസിന് സ്വന്തമായി ദേശീയഗാനമില്ല. സൈപ്രസ് ഗ്രീസിന്റെ ദേശീയഗാനം ഉപയോഗിക്കുന്നു. കാഴ്ചശക്തി ഏറ്റവും കുറഞ്ഞ പക്ഷി ഏത്? മൂങ്ങ, ഒട്ടകപ്പക്ഷി, കിവി, മൈന. ഉത്തരം കിവി. ന്യൂസിലാൻഡിലുള്ള ഒരു രാത്രികാല പക്ഷിയായ കിവി ഏവിയൻ ലോകത്തിലെ ഏറ്റവും മോശം കാഴ്ചശക്തിയുള്ള പക്ഷിയാണ്. ആണായി ജനിച്ച് പെണ്ണായി മാറുന്ന ജീവി ഏത്? കടൽക്കുതിര, ഡോൾഫിൻ, ക്ലോൺഫിഷ്, പഫർഫിഷ്. ഉത്തരം ക്ലോൺഫിഷ്. ഇതിന് ഒരു ലിംഗത്തിൽ ജനിച്ചെങ്കിലും ആവശ്യമെങ്കിൽ മറ്റൊന്നിലേക്ക് മാറാൻ കഴിയും. ഈ സാഹചര്യത്തിൽ പ്രോട്ടാൻഡറി എന്ന് വിളിക്കപ്പെടുന്ന മുഖം ആണിൽ നിന്ന് സ്ത്രീയിലേക്ക് പോകുന്നു. അതിഥികൾ സ്പർശിക്കാൻ പാടില്ലാത്ത ചെടി ഏത്? ലക്കി ബാംബു, മണി പ്ലാന്റ്, തുളസി, ചെമ്പകം. ഉത്തരം മണി പ്ലാന്റ്. ദാനം നൽകാൻ പാടില്ലാത്തതുപോലെ വീട്ടിൽ വരുന്ന അതിഥികൾ സ്പർശിക്കാൻ പാടില്ല എന്ന് വാസ്തു പറയുന്ന ചെടിയാണ് മണി പ്ലാന്റ്. വ്യായാമം ചെയ്യാൻ ഏറ്റവും നല്ല സമയമേത്? രാവിലെ, വൈകിട്ട്, രാത്രി, രാവിലെ 8-ന് ശേഷം. ഉത്തരം രാവിലെ. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ വ്യായാമം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ടെൻഷനും ക്ഷീണവും ഇല്ലാത്ത വളരെയധികം ഊർജ്ജസ്വലമായിരിക്കുന്ന സമയമാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.